നിലമ്പൂർ നഗരസഭയിൽ നിന്നുള്ള മാലിന്യം പാലക്കാട് തള്ളിയതായി ആരോപണം. പാലക്കാട് നഗരസഭാ പരിധിയിലെ തിരുനെല്ലായി തങ്കം ആശുപത്രി പരിസരം എന്നിവിടങ്ങളിലാണ് മാലിന്യം തള്ളിയതെന്ന് പാലക്കാട് നഗരസഭ ആരോപിച്ചു. മാലിന്യം നിക്ഷേപിച്ച സ്ഥലത്തു നിന്നും പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട്. പ്രസാദ്, വിവരങ്ങൾ. അതിര, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുനെല്ലായി പാലത്തിന് സമീപമാണ്. ഇവിടെ താഴെയാണ് മാലിന്യം കൊണ്ട് നിക്ഷേപിച്ചിട്ടുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ ആദ്യം പോകാം. ഒരു വണ്ടി നിറയെ മാലിന്യങ്ങൾ ഈ പുഴയ്ക്ക് സമീപം കൊണ്ട് നിക്ഷേപിച്ചിരിക്കുകയാണ്. ഇന്നലെയാണ് ഈ സംഭവം പാലക്കാട് നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് ഇവർ നടത്തിയ പരിശോധനയിലും അന്വേഷണത്തിലും നിലമ്പൂർ നഗരസഭയുടെ ഹരിതകർമ്മസേനയുടെ ബാഗുകളും മറ്റും ലഭിച്ചിരുന്നു. അവിടുത്തെ കടകളുടെയും മറ്റും ബാഗുകളാണ് കൂടുതൽ ലഭിച്ചിട്ടുള്ളത്. എന്തായാലും പാലക്കാട് നഗരസഭയുടെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്മിതേഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പം നിങ്ങളിത് എങ്ങനെയാണ് ഇത് നിലമ്പൂർ നഗരസഭയുടേതാണ് എന്ന് ഉറപ്പിച്ചത് എങ്ങനെയാണ്? നമ്മൾ തെരുവോരത്ത് മാലിന്യം ലഭിച്ചു കഴിഞ്ഞാൽ ആ മാലിന്യം തുറന്ന് പരിശോധിക്കുന്ന പതിവാണ്. എവിടെ നിന്നാണ് ഒന്ന് അറിയാൻ വേണ്ടി, സ്വഭാവം അറിയാൻ വേണ്ടിയിട്ട്. ആ ക്യാരക്ടർ മനസ്സിലാക്കിയ ശേഷം മാത്രം അത് RFലേക്ക് മാറ്റുകയുള്ളൂ. അങ്ങനെ പരിശോധന സമയത്ത് അതിനകത്ത് നമുക്ക് ഒരുപാട് ലീഡുകൾ കിട്ടി. ആ ലീഡിലേക്ക് ബന്ധപ്പെട്ടപ്പോൾ ആ മാലിന്യത്തിൻ്റെ ആളുകൾ തിരിച്ചറിയുക, അവരുടെ മാലിന്യം തിരിച്ചറിയുകയും ആ മാലിന്യം നിലമ്പൂർ നഗരസഭയിൽ ഹരിതകർമ്മസേനയ്ക്ക് നൽകിയതാണെന്ന് അവർ പറയുകയുണ്ടായി. അങ്ങനെ ലഭിച്ച മുഴുവൻ വിവരങ്ങളും നിലമ്പൂർ നഗരസഭയുടെ പരിധിയിലുള്ള സ്ഥാപനങ്ങളും വീടുകളായിരുന്നു. പിന്നെ അത്തരത്തിൽ നിലമ്പൂർ നഗരസഭ ഹരിതകർമ്മസേന നൽകിയ ബാഗുകളും അതിനകത്ത് ലഭിക്കുകയുണ്ടായി. അതിനടിസ്ഥാനത്തിൽ അവിടെ നിന്നാണല്ലോ മനസ്സിലാക്കിയത്. ഇപ്പം ഈ വാഹനം കൊണ്ട് തള്ളുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? തള്ളിയിട്ട് പോകുന്ന വാഹനത്തിൻ്റെ CCTV ലഭിച്ചിട്ടുണ്ട്. മിനിഞ്ഞാന്ന് രാത്രി 11 മണി വരെ നമ്മുടെ സ്ക്വാഡ് ഇവിടെ ഉണ്ടായിരുന്നു. പുലർച്ചെ 4 മണിക്ക് സ്ക്വാഡ് ഉണ്ടായിരുന്നു. ഈ 11-4 ഇടയ്ക്കാണ് ഈ വാഹനം കടന്നു വിട്ടത്. അപ്പോൾ CCTV രേഖകൾ പരിശോധിച്ച ആ സമയത്തോടെ ഒരു വാഹനം മാത്രമേ പോയിട്ടുള്ളൂ. ആ വാഹനത്തിൻ്റെ വിഷ്വൽസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിലമ്പൂർ നഗരസഭയായിട്ട് സംസാരിച്ച സമയത്ത് പറയുന്നത് അവർ ഇങ്ങനെ കൊണ്ട് നിക്ഷേപിച്ചിട്ടില്ല എന്നുള്ളത്, അതായത് പൂർണ്ണമായി നിഷേധിക്കുകയാണ്. അപ്പം എങ്ങനെയാണ് ഇത് അവരുടെ തന്നെയാണെന്ന് നമ്മൾ ഉറപ്പിക്കുന്നത്? അല്ലെങ്കിൽ ഏജൻസിക്ക് അവർ കൊടുത്തതാണോ? നിങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിരുന്നോ? അനൗദ്യോഗികമായിട്ട് നമ്മളൊരു 2 തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കൊണ്ട് ഒരു പരസ്പര ബഹുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത്. ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ സംസാരിച്ചത്. അപ്പോൾ അവർക്ക് പറ്റിയ അബദ്ധം അവർ സമ്മതിക്കുകയും ഭാരതിയാർ എന്ന് പറയുന്നൊരു സ്ഥാപനത്തിലാണ് അവർ ഇതിൻ്റെ കരാർ നൽകിയിട്ടുള്ളത്, റിജക്ട് വേസ്റ്റ് കൊണ്ടുള്ള കരാർ നൽകിയിട്ടുള്ളത്. ആ സ്ഥാപനത്തിനെ പറ്റി പിഴവായിരിക്കാം എന്നവർ സൂചിപ്പിച്ചു. ഇതെല്ലാം കോൺവെർസേഷനിലെ റെക്കോർഡാണ്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ നൂതന സാങ്കേതികതയിൽ നിഷേധിക്കാൻ സാധിക്കില്ല. പക്ഷേ നഗരസഭ ചെയ്യാൻ കഴിയുന്നത് പരിഹാരം എന്നുള്ളത് നമുക്കിതിന് എൻഫോഴ്സ്മെൻറ്റ് മാത്രം പാലക്കാട് നഗരസഭ ചെയ്യാൻ കഴിയും. അപ്പോൾ അവരവർ ധരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഏജൻസി എവിടേക്ക് കൊണ്ടുപോകാനാണ്? തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാനാണോ? എവിടേക്കാണ് അവർ ഇത്തരം മാലിന്യം കൊണ്ടുപോകാനുള്ള കരാറുണ്ടായിരുന്നത്? അത് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് അറിയുള്ളൂ ഏത് കമ്പനിക്കാണ് മാലിന്യം കൊടുക്കുന്നത്. അവർ ഏത് സിമെൻറ്റ് കമ്പനിയായിട്ടാണ് കരാറുള്ളത്. ആ കരാർ രേഖകൾ തദ്ദേശ സ്ഥാപനത്തിന് ഉണ്ടാവണം. ഈ വാഹനം പോകുന്നതിന് GPS ട്രാക്കിങ്ങും ആ മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കണം. ആ GPS ട്രാക്കിംഗ് കൊടുത്താൽ മാത്രമേ പേയ്മെൻറ്റ് കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ മുഴുവൻ ഡാറ്റാസും അവർ കളക്ട് ചെയ്യണമെന്നാണ് നിയമം. അവർക്ക് മാത്രം അറിയാം എവിടേക്ക് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. ആദ്യമായിട്ടല്ല ഇങ്ങനൊരു അനുഭവം? വേറൊരു നഗരസഭയുടെ മാലിന്യം മറ്റൊരു സ്ഥലത്ത് കൊണ്ട് നിക്ഷേപിക്കുന്നത് നിങ്ങൾക്ക് സമീപ പഞ്ചായത്തിൽ നിന്ന് മാലിന്യങ്ങൾ വരാറുണ്ട്. അത് നമ്മൾ എടുക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും അത് പഞ്ചായത്ത് നിയന്ത്രിക്കാൻ കഴിയില്ല. പക്ഷേ കളക്റ്റീവായിട്ട് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം സമാഹരിച്ച വേസ്റ്റ് കൊണ്ട് അടുത്ത തദ്ദേശ സ്ഥാപനത്തിൻ്റെ പരിധിയിൽ കൊണ്ട് തള്ളുക എന്നുള്ളത് വളരെ അപൂർവമായിട്ടുള്ളൊരു സംഭവമാണ്. ഇനി നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നൊരു നടപടി എന്താണ്? പോലീസിൽ പരാതി നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇത് സർക്കാർ അനുശാസിക്കുന്ന മുഴുവൻ മാലിന്യമുക്ത നവീകരണ പദ്ധതി എല്ലാ പരിപാടിയും നടത്തുന്ന നഗരസഭയാണ് പാലക്കാട് നഗരസഭ. അപ്പോൾ സർക്കാരിൻ്റെ പദ്ധതികളൊന്നും ഫലപ്രദത്തിൽ എത്തിയില്ല എന്നത് തെളിയിക്കുന്നതാണ് ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ നിയമ നടപടി മുന്നോട്ട് പോകും. ഇത് പോലീസിൽ പരാതി നൽകുന്നുണ്ടോ? പോലീസിൽ പരാതി നൽകും. അതാണ് സ്മിതേഷ് പറയുന്നത്. അതായത് നിലമ്പൂർ നഗരസഭയുടേതാണ് എന്നുള്ളത് അവർ നടത്തിയ പരിശോധനയിൽ അവർക്ക് വ്യക്തമായിട്ടുണ്ട്. ഹരിതകർമ്മസേന മറ്റും നൽകിയിട്ടുള്ള ബാഗും അതോടൊപ്പം തന്നെ ഈ മാലിന്യങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള മറ്റു ബാഗുകളും, അതായത് കൊമേഴ്സ്യൽ വേസ്റ്റുകൾ കുറേ കടകളിൽ നിന്ന് ശേഖരിച്ച മാലിന്യങ്ങൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അവരുമായി ബന്ധപ്പെട്ട സമയത്താണ് നിലമ്പൂർ നഗരസഭയുടേതാണ് എന്നത് ഉറപ്പിക്കുന്നത്. എന്തായാലും പോലീസിൽ പരാതി നൽകും എന്നുള്ളതാണ് പറഞ്ഞിട്ടത്. നിലമ്പൂർ നഗരസഭ ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് പ്രതികരണമാണ് നടത്തുക എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. ശരി, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.